മന്തുള്ള ആളുടെ കാലിൽ നിന്ന് നീര് വലിച്ച് ഊറ്റിയിട്ട് കോഴിക്കിട്ട് കുത്തുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം പറയുന്നത് ഇതിന് മാത്രം മന്തുള്ളവരെവിടെയാണ്, ഇതിന് മാത്രം നീര് അവരെ വലിച്ച് അവർക്ക് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല, ഇവരുടെ എല്ലാം നീര് വലിച്ച് കിട്ടിയിട്ട്. വേറൊരു വിഭാഗം പറയുന്നു ഇതിലൊന്നും ഒരു കാര്യമില്ല, എല്ലാം കോഴിയാണ്, ഏത് കഴിച്ചാലും കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. ചെറുതായെങ്കിലും ഒരു അടുക്കളത്തോട്ടെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇനിയുള്ള കാലത്ത് ഏറ്റവും അത്യാവശ്യമാണ്. അതിൽ നിന്ന് ഇഷ്ടംപോലെ ലേണിംഗ് ഉണ്ട്, ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റും ഉണ്ട്. ഹെൽത്ത് ബെനിഫിറ്റ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ആരോഗ്യത്തിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഫാം ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മൾ കഴിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ഈ ഫാം ഫ്രഷ് എന്ന് പറഞ്ഞാൽ പറിച്ചതിന് ശേഷം എത്ര സമയത്തിനകം കഴിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. തമിഴ്നാട്ടിലോ കർണാടകയിലോ എവിടെയെങ്കിലും ഉണ്ടാക്കിയ സാധനം ദിവസങ്ങളോളം കഴിഞ്ഞ് നമ്മുടെ വരുന്നു, അതല്ല യഥാർത്ഥത്തിൽ നമ്മൾ കഴിക്കേണ്ടത്. ഫാം ഫ്രഷ് പറിച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന്, അതും നമ്മൾ മാക്സിമം ഫ്രഷായിട്ട്, അതായത് നമ്മളെപ്പോഴും ലൈഫുള്ള ഫുഡ് കഴിക്കണം എന്ന് പറയും. നമ്മളൊരു ദിവസം കഴിക്കുന്ന ലൈഫുള്ള ഫുഡ് എത്രയുണ്ട്? ഈ ലൈഫുള്ള ഫുഡ് നിന്നാണ് കിട്ടുന്നത്. കുക്ക് ചെയ്യാത്ത സാധനങ്ങളാണ് ജീവനുള്ള സാധനങ്ങൾ. കുക്ക് ചെയ്യാത്ത സാധനങ്ങൾ എന്താ നമ്മൾ കഴിക്കുന്നതിനകത്തുള്ളത്? എന്തുമാത്രമുണ്ട്? എന്തൊക്കെ സാധനം കുക്ക് ചെയ്യാതെ നമ്മൾ കഴിക്കാൻ പറ്റുന്നത്? പഴങ്ങളെല്ലാം നമ്മൾ കുക്ക് ചെയ്യാതല്ലേ കഴിക്കുന്നത്. പഴങ്ങൾ കഴിക്കുക, ഫ്രഷായിട്ടുള്ള പഴങ്ങൾ കഴിക്കുക, പച്ചക്കറി, വെണ്ടയ്ക്കൊക്കെ പച്ചക്കറി കഴിക്കാം. ഞാൻ ഇന്നാളും പറഞ്ഞിരുന്നു വെണ്ടയ്ക്കയുടെ ഗുണങ്ങളെക്കുറിച്ച്. വെണ്ടയ്ക്ക ഫൈബർ എന്തുമാത്രം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഹെൽത്തിനൊക്കെ എന്തുമാത്രം ബെനിഫിറ്റ്. എല്ലാ സാധനങ്ങളും കുക്ക് ചെയ്യാതെ, വെജിറ്റബിൾസും പലതും പച്ചക്ക് കഴിക്കാവുന്നതുണ്ട്, അല്ലെങ്കിൽ ഹാഫ് കുക്ക് ചെയ്ത് കഴിക്കുക. അത് ഫാം ഫ്രഷ് ആണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ തന്നെ നേരിട്ട് അറിയാവുന്ന സാധനങ്ങളിൽ മാത്രമേ നമുക്ക് വിശ്വസിച്ചകത്ത് കഴിക്കാൻ പറ്റുള്ളൂ. എവിടെന്നെങ്കിലും മാർക്കറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്നത് നമുക്ക് ആരാ ഉണ്ടാക്കിയത്, എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് എങ്ങനെ നമ്മളറിയും? ഇപ്പോൾ ഫാമിങ് നമ്മൾ നടത്തുക, അതുപോലെ തന്നെ ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് പക്ഷേ, കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, കൂടുതൽ ആൾക്കാരും തീവ്രവാദികളാണ്. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, എല്ലാ എക്സ്ട്രീമിസ്റ്റുകളാണ്. അവർക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അവരുടെ രാഷ്ട്രീയം, അവരുടെ നേതാവ് മാത്രം അവർക്ക് വേണ്ടി പടവെട്ടി മരിക്കുക. ഒരു മതത്തിലോ ഇതിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, പിന്നെ ആ മതത്തിന് വേണ്ടി പടവെട്ടി തീരുക. അതല്ലാതെ ബാക്കി ആരും പറയുന്നതിൽ ശരിയില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്ന് പറയുന്നത് ഓർഗാനിക്കും ഇനോർഗാനിക്കും ഭയങ്കര യുദ്ധമുണ്ട്. അതായത് കെമിക്കൽ ഫാമിങ് നടത്തിക്കൊണ്ടിരിക്കുന്നവർ മുഴുവൻ ഓർഗാനിക് എന്ന് കേട്ടാൽ തന്നെ ഓടിച്ചിട്ടിരിക്കും. ഓർഗാനിക്കുകാരോട് മിണ്ടിപ്പോയിട്ടുണ്ടെങ്കിൽ കെമിക്കലെന്നെങ്ങാനും നല്ലത് വല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിച്ചിട്ട് അടിക്കും. സത്യത്തിൽ എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്, ക്ലിയറായിട്ടും മനസ്സിലാവാത്തതുകൊണ്ട് മാത്രമാണ്. അതായത് ആദ്യം മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ഈ ഓർഗാനിക് ഇനോർഗാനിക് എന്ന് പറയുന്ന ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ചാണകം, ഇതുപോലത്തെ സാധനങ്ങളൊക്കെയാണല്ലോ ഓർഗാനിക്. അതായത് ഒരു സാധനം അത് ഉണ്ടായി വരുന്ന പ്രോസസ്സ് ഇനോർഗാനിക് ആണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് ഇനോർഗാനിക് എന്ന് പറയുന്നതിന് കാരണം, അല്ല കെമിക്കൽ. അത് ഉണ്ടായി വരുന്ന പ്രോസസ്സ്, ചാണകം ഉണ്ടായി വരുന്ന നാച്ചുറൽ പ്രോസസ്സിലൂടെയാണ്. അതേ സ്ഥാനത്ത് നമ്മൾ രാസവളം ഉണ്ടായി വരുന്നത് ഇനോർഗാനിക് പ്രോസസ്സിലൂടെയാണ്. രണ്ടിനകത്ത് ന്യൂട്രീഷനാണ് പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്നത്. ചാണകത്തിനകത്ത് അഡീഷണലായിട്ട് ഒത്തിരി സാധനങ്ങളുടെ വേറെ ഉണ്ടെന്ന് മാത്രം, ബാക്ടീരിയാസും മറ്റ് സാധനങ്ങളുണ്ടെന്ന് മാത്രം. അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തത പലർക്കും ഇല്ല. അപ്പോൾ ഹൈബ്രിഡായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ ഹൈ ന്യൂട്രീഷൻ ആവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് രാസവളങ്ങൾ കൊണ്ടുവന്നത്. അല്ലാതെ ഉദ്ദേശശുദ്ധി നല്ലതാണല്ലോ. ഇതെല്ലാം രാജ്യം മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി ആരും ചെയ്തതൊന്നുമല്ല. പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി ആൾക്കാരുടെ ആഹാരദാരിദ്ര്യം, പണ്ടിവിടെ ആഹാരദാരിദ്ര്യം ഉണ്ടായിരുന്ന സമയത്ത് ആഹാരദാരിദ്ര്യം മാറ്റാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സംഭവമാണ്. അതാണ് ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ. ഭക്ഷ്യദാരിദ്ര്യം മാറിയത് അതുകൊണ്ടാണ്. അതാണ് അതിൻ്റെ പോസിറ്റീവ് സൈഡ്. ഇപ്പോൾ നമ്മൾ കോഴിയെക്കുറിച്ചൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഫാമിലൊക്കെ നമ്മൾ പോയുള്ള എക്സ്പീരിയൻസ് പല ആൾക്കാരും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. 40 ദിവസം കൊണ്ട് 2-2.5 കിലോ വരുന്നു. ഇതിനകത്ത് മന്തുള്ള ആളുടെ കാലിൽ നിന്ന് നീര് വലിച്ച് ഊറ്റിയിട്ട് കോഴിക്കിട്ട് കുത്തുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം പറയുന്നത് ഇതിന് മാത്രം മന്തുള്ളവരെവിടെയാണ്, ഇതിന് മാത്രം നീര് അവരെ വലിച്ച് അവർക്ക് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല, ഇവരുടെ എല്ലാം നീര് വലിച്ച് കിട്ടിയിട്ട്. വേറൊരു വിഭാഗം പറയുന്നു ഇതിലൊന്നും ഒരു കാര്യമില്ല, എല്ലാം കോഴിയാണ്, ഏത് കഴിച്ചാലും കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല എന്ന് വേറൊരു വിഭാഗം പറയുമ്പോൾ ശക്തമായ ഫൈറ്റാണ്. വേറൊരു വിഭാഗം പറയുന്നു ആൻറ്റിബയോട്ടിക് ഇതിനകത്ത് കുത്തുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ ഇത് മുഴുവൻ ആൻറ്റിബയോട്ടിക് ആണെന്ന് പറയുന്നുണ്ട്. ഇതിനകത്തൊക്കെ അണ്ടർസ്റ്റാൻഡ്, ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യത്തിനെ വെച്ച് നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള ആൾക്കാർ, നമ്മൾ അസോസിയേറ്റ് ചെയ്ത ആൾക്കാരും ഒക്കെ അവർ ഇന്ന് കിട്ടുന്നൊക്കെ ഇൻഫർമേഷൻ ആയിരിക്കും ശരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത്. കാരണം ഈ വലിപ്പം കൂട്ടുന്നത്, ഒരു കോഴിയുടെ വലിപ്പം കൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ ക്രോസ് ബ്രീഡിങ്ങിലൂടെ കൂട്ടി വളർത്തിയെടുത്തുകൊണ്ട് വരുന്നതാണ്. ക്രോസ് ബ്രീഡിങ് എന്താണെന്ന് വെച്ചാൽ ഹരിയാനയിലൊക്കെ 5000-10000 പശുവിനെ വളർത്തുന്ന ഫാമുകളുണ്ട്. അവിടെയൊക്കെ എങ്ങനെയാണ് ഈ ക്രോസ് ബ്രീഡിങ്ങിലൂടെ പ്രൊഡക്ടിവിറ്റി കൂട്ടിയെടുത്തുകൊണ്ട് വരുന്നതാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു 25 ലിറ്റർ പാല് കറക്കുന്ന, അല്ലെങ്കിൽ 20 ലിറ്റർ പാല് കറക്കുന്ന ഒരു പശുവാണെന്ന് വിചാരിക്കുക. അവർ അതിന് ഉപയോഗിക്കുന്നത്, അതിന് അടുത്ത ജനറേഷൻ റീപ്രൊഡക്ഷൻ്റെ സമയമാകുമ്പം ഉപയോഗിക്കുന്ന ഒരു സെമൻ ഉപയോഗിക്കുന്നത് 30 ലിറ്റർ പാല് കറക്കുന്ന ഒരു പശുവിൽ ഉണ്ടായ കുട്ടിയിൽ നിന്നായിരിക്കും. അപ്പം സ്വാഭാവികമായിട്ട് അടുത്ത ജനറേഷൻ ഉണ്ടാകുന്നത് 25 ലിറ്റർ ഉള്ള പാലുള്ള പശുവിനെയാണ് അടുത്ത ജനറേഷൻ ഉണ്ടാകുന്നത്. ഇങ്ങനെ ക്രോസ് ബ്രീഡ് ചെയ്ത് പ്രൊഡക്ടിവിറ്റി കൂടിയത് ഇതുമായിട്ട് ക്രോസ് ബ്രീഡ് ചെയ്ത്
എന്താണോ അതിൻ്റെ പർപ്പസ്. ഇറച്ചിക്കോഴിയുടെ ഉദ്ദേശം ഇറച്ചി കഴിക്കുക എന്നുള്ളതാണ്. ഇറച്ചി കൂടുതൽ വണ്ണം കൂടുതൽ വെയിറ്റുള്ള കോഴിയായിട്ട് ക്രോസ് ബ്രീഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. ഇതാണ് സത്യം. അത് ഫാസ്റ്റായിട്ട് വളരണമെങ്കിൽ കൂടുതൽ ന്യൂട്രീഷൻ ഹൈ പ്രോട്ടീൻ ഫുഡ് കൊടുക്കണം. ഫാസ്റ്റായിട്ട് വളരണമെങ്കിൽ ഹൈ പ്രോട്ടീൻ ഫുഡ് കൊടുക്കുന്നതുകൊണ്ടാണ് വളരുന്നത്. അതിനെ നോർമൽ നമ്മൾ വീട്ടിലെ മറ്റ് നാടൻ കോഴിക്ക് കൊടുക്കുന്നിടത്ത് അരി ഇട്ട് കൊടുക്കാമെങ്കിൽ നോർമൽ നാടൻ കോഴിയെ പോലെ തന്നെ അത് നടക്കുള്ളൂ, വളരെയല്ല. നോർമൽ നാടൻ കോഴിയുടെ ഫുഡാണ് തന്നെ കൊടുക്കുന്നതെങ്കിൽ നോർമൽ നാടൻ കോഴി വളരുന്ന പോലെ തന്നെ വളരും. പിന്നെ പൂർണ്ണമായിട്ടൊരു നാടൻ കോഴിയുടെ ഹെൽത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ആ കൂടി 40 ദിവസം ഇതേ ഉള്ളൂ. കൈത്തീറ്റ ഇട്ട് കൊടുത്ത തീറ്റ മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ. ഇഞ്ചക്ഷൻ ഹോർമോണൊന്നുമല്ല. ആരും നമ്മൾ പല ഇവരും ഫാംകാരുമായിട്ട് ധാരാളം പേരുമായിട്ട് അടുത്ത് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അറിയാവുന്നവർ പറയുന്നത് ആൻറ്റിബയോട്ടിക് ഒന്നും അതിനകത്ത് ഉപയോഗിച്ചാൽ വയബിൾ അല്ല. ഒന്നാമത് ആൻറ്റിബയോട്ടിക് മെഡിസിന് ഭയങ്കര വിലയാണ്, നമ്പർ 1. ഇതിനകത്തൊരു ചെറിയ മാർജിൻ, 1 കിലോ ഇതിനൊക്കെ 5 രൂപയിൽ താഴെയൊക്കെ ഇവർക്ക് മാർജിനിൽ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലോസ് ആകും. മരുന്നിൻ്റെ വില തന്നെ കൂടുതലാണ്. രണ്ടാമത് ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആഹാരം കഴിക്കാൻ കുറേ ദിവസം എടുക്കും, സമയമെടുക്കും, വെയിറ്റ് ലോസ് വരും, വെയിറ്റ് ഗെയിനിന് പിന്നെ ടൈം പോവും. നമ്മൾ തന്നെ ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദഹന പ്രക്രിയ പിന്നെ നേരെയായിട്ട് വരണേ കുറച്ച് ദിവസം എടുക്കുകയില്ല. ഇതുപോലെ തന്നെ ഇതിനും അതിനുള്ള ലൈഫിൽ ആ കൂടെ 40 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് കുറേ ഒത്തിരി പ്രൊപ്പഗണ്ട ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നതിനകത്ത് ഏതാണ് ശരി ഏതാ തെറ്റെന്ന് പലർക്കും അറിയാൻ മേലാത്തൊരവസ്ഥയുണ്ട്. അത് ഏറ്റവും നല്ലത് ബെറ്റർ ഇതുണ്ടെങ്കിൽ നാടനും നാച്ചുറലായിട്ട് അതും പുറത്ത് രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. നാച്ചുറലായിട്ട് അഴിച്ചുവിട്ട കോഴിയുടെ ഇറച്ചിക്കും അല്ലെ മുട്ടയ്ക്കും ഒക്കെ വില കൂടുതലാണ്, ഭയങ്കര പ്രൈസാണ്. കാരണം ഇവിടെ അങ്ങനെ തന്നെയാണ്. അതിൻ്റേതായ ഗുണമുണ്ട്. ഇറങ്ങി നടന്ന് പുറത്തോടെ കഴിക്കുമ്പോഴത്തേന് അതിന് വേണ്ട മൂലകങ്ങളൊക്കെ അത് തന്നെ കൊത്തി കഴിച്ച്, പുല്ലും സാധനങ്ങളൊക്കെ അത് തന്നെ കഴിച്ച് കറക്റ്റ് ചെയ്ത് വരുമ്പോൾ ഒരു നാച്ചുറൽ പ്രോസസ്സ് കൂടെ വളർന്നു വരുന്നതിൻ്റെ ആരോഗ്യവും ആ മീറ്റിന് ടേസ്റ്റ് കൂടുതലും ഒക്കെ ഉണ്ടാവും. അത് സത്യം തന്നെയാണ്. പക്ഷേ ഇതൊന്നും വന്നില്ലായിരുന്നെങ്കിൽ, ഈ ബ്രോയിലർ കോഴിയും സാധനങ്ങളൊന്നും വന്നില്ലായിരുന്ന ഒരു സാധാരണക്കാരൻ എവിടെ നിന്ന് കഴിച്ചാനെ ഇറച്ചിയൊക്കെ? ഇത്രയും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനം പിന്നെ സാധാരണക്കാരൻ എവിടെ നിന്ന് അവൈലബിൾ ആയേനെ? ഒരിക്കലും ഉണ്ടാവില്ല. ഇവിടെ ഹരിത വിപ്ലവം വന്നില്ലായിരുന്ന സാധാരണക്കാരൻ്റെ ഈ ദാരിദ്ര്യം, ആഹാര ദാരിദ്ര്യം എങ്ങനെ മാറിയേനെ? മാറില്ലായിരുന്നു. അതിനകത്ത് പ്രശ്നങ്ങളുണ്ടോയെന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ ആകുന്ന സമയത്ത്, ഏത് സാധനവും കൊമേഴ്ഷ്യൽ ആകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുണ്ടാകും അതിനകത്ത് പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടാകും. ഇപ്പോൾ കൃഷിയിലാണെങ്കിൽ തന്നെ അമിതമായിട്ട് രാസവളം ഉപയോഗിക്കുകയും അമിതമായിട്ടും അശാസ്ത്രീയമായിട്ട് പോയിസണൊക്കെ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഡിസോർഡേഴ്സ് ഉണ്ടാവും. ഇതിൻ്റെ പോയിസണിൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ടാവാം, ന്യൂട്രീഷൻ്റെ കണ്ടൻറ്റ് കുറവുണ്ടാവാം. ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ ഓർഗാനിക് ഇനോർഗാനിക് എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ സേഫ് ടു ഈറ്റ് എന്ന് പറഞ്ഞതിനാണ് ഇനി ഫ്യൂച്ചർ.